പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണിയുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയ DMK നേതാവിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു. ചെറുകിട വ്യവസായ വകുപ്പ് മന്ത്രി TM അൻപരശനാണ് ഗുരുതര പ്രസ്താവനയുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇതിപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അൻപരശനെതിരെ കടുത്ത നടപടികൾ വേണമെന്നും അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. സമൂഹ മാധ്യമമായ എക്സിലടക്കം DMK നേതാവിനെതിരെ ഹാഷ്ടാഗുകൾ ഉയർന്നു വരുന്നുണ്ട്. സമീപഭാവിയിലൊന്നും ഇത്രയും മോശമായ രീതിയിൽ രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെ ആരും ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ല എന്നാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത്. പരസ്യമായി പ്രധാനമന്ത്രിക്കെതിരെ വധശ്രമ ഭീഷണി മുഴക്കുകയാണ് ഇവിടെ ഇന്ത്യ സഖ്യമുന്നണിയിലെ DMKയിലെ ഒരു മന്ത്രി. പൊതുസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മന്ത്രിയുടെ ഈ വിവാദ പ്രസ്താവന. പ്രധാനമന്ത്രിയെ കഷണങ്ങളാക്കി വെട്ടിനുറുക്കിയനെ എന്നൊക്കെയാണ് ഈ മന്ത്രി പൊതുസമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത്. നിരവധി പ്രധാനമന്ത്രിമാരെ മുമ്പ് കണ്ടിട്ടുണ്ട്, ഇതുപോലൊരാളെ കണ്ടിട്ടില്ല. DMK ഇല്ലാതാക്കുമെന്ന് ആരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെ എല്ലാം ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് താൻ ശാന്തനായിട്ടിരിക്കുന്നത്. മന്ത്രിയായിരുന്നില്ല എങ്കിൽ പ്രധാനമന്ത്രിയെ കഷ്ണങ്ങളായി വെട്ടിനുറുക്കിയനെ എന്നായിരുന്നു അൻപരശന്റെ വിവാദ പ്രസ്താവന. அதாவது எவ்வளவு பிரதமர் நாங்க பாத்துக்கிறோம், இவ்வளவு மட்டமா பேசுற போது பிரதமரை நாங்க பார்க்கவே இல்லை. ஓய்ச்சிருவாரு ஓய்ச்சிருவியா எப்படி சொன்னாரு, கொஞ்சம் சொல்ற கேட்டுதா. இந்த திமுக சாதாரணமான இயக்கம் இல்ல, பல பேர் உயிர் தியாகம் செய்து வளர்க்கப்பட்ட இயக்கம், ரத்தத்தை சிந்தி வளர்த்த இயக்கம் இந்த திமுக. யாரோ ஒழிக்கணும்னு சொன்னான், அவன் தான் ஒழிஞ்சு போயிடுவாங்க தவிர இந்த இயக்கம் கம்பீரமாக நிற்கும். எல்லாம் வேற எங்கன்னா போய் பாரு, நான் அமைச்சர் போய் அடைக்கி வாசிக்கிறேன், இல்லைன்னா பீஸ் ஆகிடுவேன். DMK നേതാവും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മം മഹാമാരി പോലെയാണ്, അതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് അടുത്തിടെ പ്രസ്താവന നടത്തുകയും വിവാദമാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റൊരു മന്ത്രി പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി ഉയർത്തിയിരിക്കുന്നത്. അൻപരശൻ പ്രധാനമന്ത്രിക്കെതിരെ ഭീഷണി മുഴക്കുന്നതിന്റെ വീഡിയോ BJP നേതാവ് അമിത് മാളവിയ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ അജണ്ട എന്താണെന്ന് വ്യക്തമാകുന്നില്ലെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോഴുള്ള ഇത്തരം പ്രസ്താവനകൾ പ്രതിപക്ഷ മുന്നണികൾക്ക് തന്നെയാണ് ഫലത്തിൽ മോശമായി ബാധിക്കുക. അത് BJPയുടെ 400 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ സുഖകരമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക. ഇത്തരം രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വിവാദ പ്രസ്താവനയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ ഒരു നേതാവാണ്. അങ്ങനെ ഒരാൾക്കെതിരെ വെറും ഞാഞ്ഞൂലായ DMKയിലെ ഒരു മന്ത്രി വധഭീഷണി മുഴക്കുന്നു എന്നതൊക്കെ വെറും അപഹാസ്യമായിട്ടാണ് തോന്നുന്നത്. 2023 മാർച്ച് 24-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ പാർലമെന്റിലെ ലോവർ ഹൗസ് അംഗമായി അയോഗ്യനാക്കപ്പെടുകയുണ്ടായി. കോടതിയുടെ ശിക്ഷയെ തുടർന്നായിരുന്നു അയോഗ്യത. രാഹുലിന് 2 വർഷത്തെ തടവ് ശിക്ഷയും വിധിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ അപകീർത്തിപ്പെടുത്തിയെന്ന ആരോപണങ്ങളെ തുടർന്നായിരുന്നു ഇത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.